ട്ടോ എൻ്റെ ഉമ്മച്ചി പറഞ്ഞാൽ വല്യമ്മയാണ്. ഇതിൻ്റെ വല്യമ്മാനെ മുഖമൊന്നും കാണിക്കണമെന്നില്ല, പാവല്ലേ, ചിലപ്പം കാണിക്കണ ഇഷ്ടമില്ല. ഉമ്മച്ചിയെ, ഈ ഒരു ചീരനെ കുറിച്ച് എന്താ ഉമ്മച്ചിക്ക് പറയാനുള്ളത്? ഇതാണ് നല്ലത്. ഇത് നീരൊക്കെ പോണ സാധനം. ശരി. എല്ലാ ചീരനെക്കാളും നല്ലത് നമുക്ക് ഈ മുള്ളൻ ചീര അല്ലേ? ശരി. ഇതിൻ്റെ നല്ല പോഷക ഗുണങ്ങൾ ഉള്ളതാണല്ലേ. ഉമ്മച്ചി ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തു കൊടുക്കുന്നത്. ഇതിപ്പോ മുള്ളുണ്ടല്ലേ, അത് ഉമ്മച്ചി ഇത് എങ്ങനെ നുള്ളിടണത്? ശരി. എന്തേ ഇവിടെ? ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഇതിൻ്റെ അനിയത്തി എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ കുട്ടികളാണ്. എൻ്റെ ഉമ്മയുടെ അനിയത്തി എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉള്ളൊരു അനിയത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് 3 പെൺകുട്ടികളാണ്, അവൾക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവളെ മക്കളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ ഞങ്ങൾ വയനാട്ടിലാണ്. അപ്പോൾ ഇവരെ വീട് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഇവർ വന്നതാണ് പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ. ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ടും വന്നു. അപ്പോൾ ഇന്ന് കോട്ടക്കൽ ടീം ഇന്ന് എത്തും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അനിയത്തി എന്ന് വെച്ചാൽ ഈ കുട്ടി, എനിക്ക് എത്ര വയസ്സാണ് മോളെ? 3 വയസ്സോ? സ്കൂളിൽ പോകണ്ടോ? അവള് അംഗനവാടിയിലാണ് പോണത്. അംഗനവാടി 3 വയസ്സാണ്. അപ്പോൾ ഈ കുട്ടി എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അനിയത്തി ആകാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻ്റെ ഉമ്മയുടെ അനിയത്തിയും ഞാനും ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ സഫമോളൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് സഫമോളൊപ്പമുള്ളതാണ്. സഫമോൾ താഴെയുള്ള. എൻ്റെ പേരെന്താ? ഐഷു. അപ്പോൾ നമുക്ക് വയനാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്. ഇവിടുത്തെ ഈ കാലാവസ്ഥയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ തണുത്ത കാറ്റും എല്ലാം കൂടി അടിപൊളി മനോഹരമാണ് കേട്ടോ. അതാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വയനാട്ടിൽ ഇങ്ങനെ വരും. അപ്പോൾ നല്ല ഒരു നമുക്ക് ഇവിടെ ഫാനും എ സി ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാം. അതാണ് പ്രത്യേകത. നമ്മളെ നാട്ടിൽ ഫാനും എ സി ഇല്ലാതെ നിൽക്കാൻ കഴിയൂലല്ലോ അല്ലേ. നല്ല ചൂടാണല്ലോ, മഴയൊക്കെ ആണെങ്കിലും ചൂട് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്കൊന്നുമില്ല, നല്ലൊരു ഇളം കാറ്റാണ്, തണുത്തൊരു കാറ്റിങ്ങനെ എപ്പോഴും. കണ്ടില്ല എന്തോ ഒരു സുഖമാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇത് ഭൂമിയുടെയൊക്കെ കുറച്ച് മുകളിലുള്ള പ്രദേശം ആയതുകൊണ്ടായിരിക്കും, കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലമായതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് വയനാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? ഇത് നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഉള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ പഴങ്ങൾ കഴിക്കാൻ വേണ്ടി കുരങ്ങ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. നല്ലോണം മൂത്ത് പഴുത്ത് തുടുത്ത പഴങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ ഇവരിങ്ങനെ കഴിക്കുന്നുണ്ടത്. അതുപോലെ തന്നെ രാവിലെ കണ്ട മറ്റൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരു ഉമ്മയും കുട്ടിയും കൂടി നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടി ഇങ്ങനെ അതിൻ്റെ നെഞ്ചത്ത് പിടിച്ച് നടക്കണൊരു സംഭവം നല്ല രസം തോന്നിട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ കുരങ്ങുകളൊക്കെ പ്രസവം കഴിഞ്ഞിരിക്കണം തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇത്ര അധികം കുട്ടികളില്ലായിരുന്നു. ഇപ്പോൾ കുറേ കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ തള്ളാരിങ്ങനെ കുട്ടികളെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നല്ല റെഡ് പഴങ്ങൾ നമുക്ക് കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് അവിടെ, കണ്ടില്ലേ? ആർക്കും പറിച്ചെടുക്കാം, ഇഷ്ടം. ഇവിടെ കണ്ടുവരുന്ന പ്രത്യേക തരം ചേരാട്ടേണ്ടത് കണ്ടിട്ട് വലിയ സൈസ്. നമ്മളെ നാട്ടിലൊന്നും ഇതങ്ങനെ കണ്ടിട്ടില്ല. ചാമ്പക്ക. അപ്പോൾ ചാമ്പക്ക എന്നാണ് ഈ കുട്ടി പറഞ്ഞത്, ഈ പഴത്തിൻ്റെ പേര്. ഹലോ, നമ്മളൊക്കെ ചീര കഴിക്കുന്നവരാണല്ലോ അല്ലേ. ചീരയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്, നിങ്ങളെ കാണിക്കുകയാണത്. അതായത് മുള്ളൻചീര പറിക്കുന്നൊരു കുട്ടി ഇവിടെ കാണുന്നുണ്ട്. ഈ മുള്ളൻചീര എന്ന് വെച്ചാൽ നല്ല പോഷക ഗുണങ്ങൾ ഉള്ള ചീരയാണ്. ചീര എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണല്ലോ എല്ലാ ചീരയും. ഇത് വളരെയധികം നല്ല ടേസ്റ്റും കേട്ടോ. ചെറുതായിട്ടൊരു മുള്ളുണ്ടാവും ഇതിമേൽ, കണ്ടോ? ഈ രീതിയിലാണ് മുള്ളൻചീര. ശരിക്കും നല്ല ലീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതാ ഈ ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ ഇതാ മുള്ള് ഇതാ ഇവിടെ ഇങ്ങനെ കണ്ടോ. ഇതാണ് ഇതിൻ്റെ മുള്ള്. ഈ മുള്ള് ഒഴിവാക്കിയിട്ട് ഇല ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇതങ്ങനെ ഈ കുട്ടി ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതിവിടെ ഒരു തറയിൽ ഇങ്ങനെ മുളച്ചുണ്ടായതാണ് കേട്ടോ. നല്ല പുതിയ മണ്ണൊക്കെ ഇട്ടതുകൊണ്ട് തറയിൽ ഇങ്ങനെ മുളച്ച് ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ഉപ്പേരി വെക്കുക, തേങ്ങ ഇട്ടിട്ട് ഉപ്പേരി വെക്കുക, അതുപോലെ തന്നെ താളിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ചെയ്യുക നല്ല. അപ്പോൾ ഇവിടുത്തെ ഈ പണിക്കാർ ഈ ഒരു മുള്ളൻചീര കണ്ടപ്പോൾ അവർ ഞങ്ങൾ കുറച്ച് കൊണ്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവരും കുറേ പറിച്ച് കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു തറയുടെ ഒരു ഏകദേശം പകുതിയോളം ഇതാ ഇങ്ങനെയുള്ള ചീരകളാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇത് നല്ല വെറുംചോറിനൊക്കെ നല്ല രസമാണ്.
താളിച്ചാലും ഉപ്പേരി വെച്ചാലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ ചീരൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ സാധാരണ ചീരക്ക് മുള്ള് ഉണ്ടാവില്ല. ഇതിന് കണ്ടില്ലേ എന്താ ഈ ടൈപ്സിലുള്ള മുള്ളാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിപ്പോൾ ഒരു പിടി എടുത്താൽ തന്നെ നമുക്ക് ഏകദേശം ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളത് നമുക്ക് എടുക്കാം. അപ്പോൾ മുള്ളൻ ചീര ഇത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്, ആ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഈ ഭാഗത്തൊക്കെ ഈ ടൈപ്സിലുള്ള ചീര ഉണ്ടാവും. ചിലത് ചുവന്ന ചീര ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക ചുവന്ന ചീരയായിട്ടും പച്ച ചീരയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നല്ലൊരു രസമുണ്ട്, ഇത് നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട് ഇവർ ഈ വീട്ടുകാർ ഇതങ്ങനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി എടുക്കാൻ കേട്ടോ. വെട്ടി വെട്ടി എടുത്തത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നുള്ളി ഓരോ ഇലകളൊക്കെ നുള്ളി എടുത്തിട്ട് ഇതിങ്ങനെ ഇതാണ് എൻ്റെ ശരിക്കൊരു രൂപം. അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ പൂവൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വിത്ത് വീണിട്ട് ഇവിടെയൊക്കെ ഒരുപാട് പൊട്ടി മുളച്ചുണ്ടാവും. ഇവിടെ കണ്ടില്ല, അത് ഒരുപാട് ഇവർ ചീരയൊക്കെ പറിച്ച് ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ നുള്ളി എടുത്ത് ഉപ്പേരി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചീര കഴിച്ചവരൊന്ന് കമൻറ്റ് തരണം കേട്ടോ. ഇനി വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ആ മരം നിറയെ ബ്ലൂബെറി പഴങ്ങളെ പോലുള്ള റെഡ് ബെറി പഴങ്ങളാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സംഭവം ഈ ലൊക്കേഷൻ എവിടെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് ഉള്ളത് വയനാട്ടിലാണ് കേട്ടോ. വയനാട്ടിലെ ഗൂഡ്ലായി കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കാണുന്നത്. അപ്പോൾ നമുക്ക് ആ പഴങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. രാവിലെ തന്നെ വന്നപ്പോൾ ഇതിമ കുരങ്ങുകൾ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലൊരുപാട് പഴങ്ങൾ കണ്ട താഴെ വീണെടുക്കുന്നുണ്ട്. താഴെ ഒരുപാട് പഴങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. നല്ല ചുവന്ന് തുടുത്ത പഴങ്ങൾ. എന്തൊരു ടേസ്റ്റാണത്, നല്ലൊരു മധുരമാണ് കേട്ടോ. ചുവന്ന് തുടുത്ത പഴങ്ങൾ നല്ലൊരു മധുരമാണ്. ഇത് ഏകദേശം ഒരു ഓറഞ്ച് നിറത്തിലുള്ള പഴമാണ് കേട്ടോ. ഇതല്ല, ഒന്നുകൂടെ പഴുത്തത് ഇതാ മരത്തിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടില്ല, നല്ല പഴുത്ത് തുടുത്ത് എന്ത് രസം, കാണാൻ തന്നെ ഭയങ്കര ഒരു രസം കേട്ടോ. കാരണം നല്ല മഞ്ഞ കളറ്, ഓറഞ്ച് കളറ്, അതുപോലെ തന്നെ പച്ച, അതുപോലെ റെഡ്, 4 ടൈപ്സിലുള്ള കായ്കളാണ് ഇതിന്മേലുള്ളത്. അപ്പോൾ ഇതാ എനിക്ക് ഇവിടുന്ന് കിട്ടിയത് റെഡാണ് കേട്ടോ. ഓറഞ്ച് അപ്പുറത്ത്, ഇവിടെയൊക്കെ റെഡ് കുറേ വീണ് എടുക്കുന്നുണ്ട്. പക്ഷെ രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ചെടിയാണ് കേട്ടത്. കുരങ്ങുകൾ ഇതിൻ്റെ മേലെ ഉണ്ടായിരുന്നു. ഈ പഴങ്ങൾ ഇങ്ങനെ പറിച്ച് കഴിക്കുന്ന ഒരു വിഷ്വൽ ഇവിടെ കണ്ടു. നല്ലൊരു അടിപൊളി കാഴ്ച. അല്ലാതെ ആരും ഇത് എടുക്കൂല, പക്ഷേ ടേസ്റ്റ് തിന്ന് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ ആ കുട്ടി ആ പഴങ്ങൾ പറിക്കുന്നുണ്ട് കേട്ടോ. ചീര പറിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പഴങ്ങൾ പറിക്കാൻ ചെയ്യുന്നത്. അതിൽ പച്ചയും ഓറഞ്ചൊക്കെ ഉണ്ട്. ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ഒരു ചെറിയൊരു പുളിയും മധുരം കൂടി. റെഡ് ആകുമ്പോൾ അത് അതുപോലെ നോക്കട്ടെ, ഇതുപോലുള്ള ഇതാട്ടോ റെഡ് പഴം ഇതാണ്. നല്ല റെഡ്, നല്ല അടിപൊളി, നല്ല രസമുള്ള നമ്മൾ ഈ ചൈനാഡോള് പോലുള്ള ഒരു ഇലകളാണ് ഇതിലുള്ളത്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഇല കണ്ടോ, ശരിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ലുക്കിൽ. അപ്പോൾ അത് ഇയാൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇയാൾ എന്തിനാണ് വന്നത് വെച്ചാൽ ബ്ലൂബെറി പറിക്കാൻ, അതേപോലെ അവിടെ പുളിയുണ്ട്, അത് കഴിക്കാനൊക്കെ വന്നതാണ്. ഇയാൾ വന്ന് നോക്കി ഇതിലേക്ക് ഇത് കയറുന്നുണ്ട്. വലിയൊരു തന്തക്കുരങ്ങാണ് കേട്ടോ. കണ്ടോ, പഴുത്തിക്കണ വന്ന് നോക്കുകയാണ്. ഒരുപക്ഷെ നമ്മളെ ഫോണൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു റെഡ് ബെറി പഴത്തിൻ്റെ ചെടിയിലേക്ക് വന്ന് നോക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കൊന്നും പറ്റുന്നില്ല അതുകൊണ്ട്, കാരണം അവരുടെ ഒരു സ്ഥിരം സ്ഥലമാണിത്. നല്ല ടേസ്റ്റുള്ള പഴങ്ങളൊക്കെ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മളെ തോട്ടത്തിൽ നിന്ന് ശരിക്കും നാച്ചുറലായിട്ട് ഉണ്ടായതാണ്, കൊണ്ടുവന്ന് കുഴിച്ചിട്ടതൊന്നുമല്ല. ഇവിടുത്തെ ഒരു പ്രകൃതിയോട് നനക്കും വേണ്ട, ഒന്നും വേണ്ട, വളം കൊടുക്കണ്ട, എന്നാലും ആ ടൈമിന് നല്ല രീതിയിൽ എന്താ പറയുക പഴങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. അതാണോ പറിച്ച് വേഗം കൊണ്ടുപോവുകയാണ് ആൾ. കണ്ടോ, വേഗം തൊള്ളിയിലിട്ട് പോകുന്നുണ്ട്. കുയ് വലിയൊരു തന്തക്കുരങ്ങ്. നേരത്തെ കുട്ടികളായിട്ട് ഒരു കുരങ്ങ് പോകുന്നുണ്ടിന്, കുട്ടീനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. അവർക്ക് ഇങ്ങനെ തോന്നുമ്പോൾ ഈ പഴം പറിക്കാൻ വരിക, ഇതൊക്കെയാണ് പോലെ സ്ഥിരം പരിപാടി. അപ്പോൾ ഇവിടുത്തെ ഈ ഭാഗത്ത് നല്ല മുള്ളൻചീരയും ആ ഭാഗത്ത് റെഡ് ബെറി പഴവും
ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിയുണ്ട്. കുട്ടിയോട് നമുക്ക് ചോദിച്ചോക്കാം. മോളു മുള്ളു കുത്തുന്നുണ്ടോ? എന്ത് കയ്യുമ്മൽ മുള്ളുത്തിയാ? ചീരമ്മൽ മുള്ളുണ്ടായതുകൊണ്ട് മോളെ കയ്യുമ്മ തട്ടിയാ? പേരെന്താ? ഐഷോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 3 വയസ്സോ? അപ്പോൾ അവൾക്ക് ഇതാ താത്ത പഴങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. എനിക്ക് പഴം ഇഷ്ടാ? രസമുണ്ടാ? അപ്പോൾ ഇതാ നല്ല റെഡ് പഴങ്ങൾ നമുക്ക് കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് അവിടെ, കണ്ടില്ലേ? ആർക്കും പറിച്ചെടുക്കാം, ഇഷ്ടം പോലെ ഉണ്ട്. നല്ല കുട്ടികൾക്കൊക്കെ, ഞങ്ങളൊക്കെ ഇവിടെ വയനാട്ടിൽ വന്ന സമയത്താണ് ഇതൊക്കെ ഇവർ എടുക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അവർ കഴിക്കൊന്നുമില്ല. ഇവിടെ കുട്ടികളൊന്നും ഇല്ല, ഞങ്ങളൊക്കെ എത്തുമ്പോഴേ ഉള്ളൂ. മോളെ ഈ പഴത്തിൻ്റെ പേരെന്താ അറിയോ? എന്താ പഴത്തിൻ്റെ പേര്? ചാമ്പക്ക. അപ്പോൾ ചാമ്പക്ക എന്നാണ് ഈ കുട്ടി പറഞ്ഞത് ഈ പഴത്തിൻ്റെ പേര്. ഓക്കെ, അങ്ങനെ ഈ കുട്ടി വീണ്ടും ഇതാ ഇവിടെ ചീര പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചീര ഒക്കെ വെട്ടിയെടുക്കുകയാണ്. അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇഷ്ടംപോലെ ചീര ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ കാപ്പി ചെടികളൊന്നും ഒക്കെ കാപ്പി പറിക്കലേ കഴിഞ്ഞുകൊണ്ട് കാപ്പീൻ്റെ സീസണ് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ കണ്ടോ കാപ്പി ചെടികളൊക്കെ കാലിയാണ്. എല്ലാം ഇനി പൂവിട്ടിട്ട് വേണം. ഇനി മഴക്കാലമൊക്കെ ആകുമ്പോൾ പൂവിടുമായിരിക്കും. പിന്നെ ആ മാവുമ്മൽ നല്ലോണം മാങ്ങ ഇങ്ങനെ പഴുത്ത് നിൽക്കേണ്ടത്, അതും കുരങ്ങന്മാരാണ് കൈകാര്യം ചെയ്യുന്നത്. അവർ ആവശ്യമുള്ളത് കഴിച്ചു പോവും. ബാക്കി അവിടെ നിലത്ത് അവിടെ ഇട്ടതാണ്. കുറേ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടി ഇതാണ് കേട്ടോ. നമ്മൾ മലപ്പുറത്തുനിന്ന് വന്നതാണ്, മഞ്ചേരിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പാറപ്പുറം പോലത്തെ ഒരു സ്ഥലമാണ്, കണ്ടില്ലേ? അപ്പോൾ ചീര എത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചീര എത്ര കിട്ടി. ചീര ഇന്ന് ഉച്ചക്ക് ചോറിന് നല്ല ഉപ്പേരിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. പെരുന്നാളൊക്കെ ആയിട്ട് ബിരിയാണിയും ഒക്കെ അല്ലേ, ബിരിയാണിയും മന്തിയും ബീഫൊക്കെ അല്ലേ. അപ്പോൾ എന്നാലും ഇങ്ങനത്തെ ഒരു ചീരയൊക്കെ ഇട്ട് കിട്ടി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അതുമായി ഉപ്പേരിയൊക്കെ വെച്ച് നല്ല രസമായിരിക്കും. ഇവിടെ കണ്ടുവരുന്ന പ്രത്യേക തരം ചേരാട്ടേണ്ടത് കണ്ടൊരു വലിയ സൈസ്. നമ്മളെ നാട്ടിലൊന്നും ഇതങ്ങനെ കണ്ടിട്ടില്ല. ഇത് കാണുമ്പോഴേ ഒരു പേടിയാണ്. എവിടെ ചേരാട്ടാ? ഉള്ളിലുണ്ടോ? എനിക്കതിന് തരട്ടെ? കുരങ്ങുകളുടെ ശബ്ദം ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. ഇവിടെ ആകെ കുരങ്ങന്മാരാണ്. കാപ്പിക്കുരുമൊക്കെ നല്ല പഴുത്ത കുരുകളൊക്കെ ഈ കുരങ്ങ് ഒക്കെ എടുത്തു കൊണ്ടുപോകും. അപ്പോൾ സഫമോള് കുരങ്ങനെ കണ്ട് പേടിച്ചിട്ടുണ്ട്. എവിടെ കുരങ്ങൻ? പോയി വെക്ക് വാ. അപ്പോൾ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ കുരങ്ങൻ വന്ന് എന്തോ ഫുഡ് കഴിക്കണ. അപ്പോൾ ഈ കുരങ്ങനെ കണ്ടിട്ട് ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ നല്ല വ്യൂ പോയിന്റിലാണ് ഞങ്ങളുടെ വീടുള്ളത്. അപ്പോൾ കുരങ്ങനെ കണ്ടിട്ട് പേടിച്ചു. ഒന്നും കാട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും കണ്ടാലൊക്കെ അത് വാങ്ങും കേട്ടോ. എന്തോ കഴിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ മാവ് ഇതാണ് കേട്ടോ. ഈ മാവിൻ്റെ മുകളിൽ നല്ല മാങ്ങയൊക്കെ ഉണ്ട്, പക്ഷേ ഒക്കെ കുരങ്ങന്മാർക്കുള്ളതാണ്. ഇവിടെ മങ്കീസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കുരങ്ങൻ എന്താ ചെയ്യണമെന്ന് നോക്കുക. കവറിലെന്തോ ഉള്ളത് അപ്പുറത്തേക്ക് ഇട്ടിട്ട് അത് കഴിക്കുകയാണ്. കുരങ്ങച്ച പോ. കുട്ടികൾ കളിക്കുന്നത് വരുന്നുണ്ട്. ഇതൊരു വലിയ തന്ത കുരങ്ങ. നടക്കണ ഇട്ടനെ പേടിയാണ്ട്. കണ്ട ഈ മാങ്ങയൊക്കെ ഇവർ തിന്ന് കേടെടുത്തിയതാണ്. കേട്ടോ, ഇതാണ് സംഭവം. കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്ത് മൂപ്പര് അല്പം ദേഷ്യത്തിലതുകൊണ്ട് മക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പേടിച്ച് ഇതാ കൂടിയിട്ടുണ്ട് കേട്ടോ.
ഐഷു അന്നെ കുരങ്ങ നോക്കണ്ടല്ലോ. ഐഷു ഐഷു പേടിച്ച് നോക്കണ്ട കേട്ടോ. ഇവിടെ ആ അപ്പോൾ ഗേസ് വയനാട് വിശേഷം എങ്ങനെയാണ്? ഞങ്ങൾ ഇന്നലെ വന്നതാണ് കേട്ടോ, വയനാട്ടിലേക്ക് ഇന്നലെ വന്നതാണ്. ഇവിടെ ഇരുന്നാൽ തന്നെ അടിപൊളി. നമുക്ക് ഇവിടെ ഊട്ടിയിൽ എവിടെയും പോകണ്ട. നല്ല ഉമ്മാൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇരുന്നാൽ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ. നല്ല അടിപൊളി എന്താ നല്ലൊരു ആസ്വാദനമാണ് നമുക്കിവിടെ. കണ്ടില്ലേ, നല്ല നീല മല, മേഘങ്ങൾ, നല്ല ചുറ്റുഭാഗത്തുമായി നല്ല ഒരുപാട് ബിൽഡിങ്ങുകൾ ഒക്കെ. ഇവിടെ നല്ല ഹൈറ്റിൽ നിന്ന്, ഇവിടെ നല്ല ലോങ് റോഡാണ് കേട്ടോ. അപ്പോൾ വീട് ഇങ്ങനെ ഈ ഒരു ലെവൽക്കാണ് നിൽക്കുന്നത്, ഇങ്ങനെ നല്ല ഹൈറ്റിൽ. ഗൂഡ്ലായിക്കുന്ന് എന്നാണ് ഇവിടേക്കുള്ള പേര്. അപ്പോൾ പെരുന്നാളായി ഞങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മളെ വയനാട് വിശേഷങ്ങൾ ഇതൊക്കെയുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ എല്ലാവരും നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും അനിയത്തിയും കുട്ടികളെല്ലാവരും വരും. ഇവിടെ താഴെ അമ്മാവനൊക്കെ താമസിക്കേണ്ട അവരും വരും. ഉച്ചക്കത്തെ ഫുഡ് എല്ലാവരും കൂടി ഇവിടെ നിന്ന് സെറ്റാക്കി ഇന്ന് 2ാം പെരുന്നാൾ ഇവിടെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.